രാവിലെ എങ്ങോട്ട് പോകുന്നു? രാവിലെ ഇവിടെ വിട്ടിറങ്ങി വന്നതാ. രാവിലെ ജോലിക്ക് പോകാനാണോ അതോ ജോലിക്ക് പോകാനോ? ജോലിക്ക് വരാം. എന്താ ജോലി? ഞാൻ ഇവിടെ ഈ ബസ്സിനകത്ത് രണ്ടിപ്പിരിപ്പ് ഇഞ്ചി ഇവിടെ നഷ്ട കച്ചവടമാണ്. ഇഞ്ചി മിഠായി നമ്മൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഇഞ്ചി മിഠായി തലമുറക്ക് അറിയാത്തതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഈ പണി തന്നെ. വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ അർത്ഥത്തില, ഒരേ തൊഴിലാളികളാ. ചേട്ടൻ ഇഞ്ചി മിഠായി അല്ലെങ്കിൽ കടല. ചേട്ടൻ എങ്ങനെ പറയുന്നത്? ഇഞ്ചി മിഠായി സൗണ്ട് ആ സമയമാകുമ്പോ സൗണ്ട് എങ്ങനെ പറഞ്ഞേ? ഇഞ്ചി മിഠായി, ഇഞ്ചി, ചുക്ക്, കുരുമുളക്, ഏലക്ക, ജീരകം, ഗ്രാമ്പൂ ഒക്കെ ചേർന്ന് ഇഞ്ചി മിഠായി യാത്രാവേളയിൽ കഴിക്കാൻ വളരെ നല്ലതാണ്. അതെ, ഇതാണ് ആ സമയമാകുമ്പോഴും നമ്മൾ ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ. അതേപോലെ ടി വി പ്രസാദൊക്കെ സാധാരണ ചായ കുടിക്കുന്ന സമയത്ത് ടി വി പ്രസാദ് അതൊക്കെയാണ് കേട്ടോ കാര്യങ്ങളെന്നൊക്കെ പറയും. വാർത്ത ലൈവ് വരുന്ന ടി വി പ്രസാദ് അരുൺ എന്ന് പറയണല്ലേ. അതേപോലെ നമ്മൾ വാർത്ത വായിക്കുന്ന പോലെയാണ് നമ്മൾ ഇഞ്ചി മിഠായി വയ്ക്കുന്നതും. അതേപോലെയൊക്കെ സാധാരണ നമ്മൾ ഇതേപോലെ വർത്താനം പറയും. വണ്ടി കയറി നമ്മൾ പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞാൽ ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി ആൾക്കാർ വന്ന് എന്തേന്ന് വാങ്ങിക്കും. എങ്ങനെയുണ്ട്? ഉഷാറാണോ? ഉഷാറാണ്. എവിടെയാ സ്ഥലം? ഇവിടെ അടുത്ത് കോട്ടത്തലെന്ന് പറയും. കോട്ടയത്ത്. എത്ര കാലം ഈ പരിപാടി തുടങ്ങിയിട്ട്? 27 വർഷം. 27 വർഷമായി. കാര്യമായിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? കുഴപ്പമില്ല. എന്റെ മോളെ അയച്ചു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഈ പണിയുണ്ടല്ലേ? പണിയുണ്ട്. യാത്രക്കാർ ഇടപെട്ട് മോളെ അയച്ചു. KSRTC ആണ് ജീവിതം. നല്ല പറയുന്നത് വെറുതെയാണ് അല്ലെ? തൊഴിലില്ല മനസ്സുണ്ടെങ്കിൽ അവന് തൊഴിൽ കണ്ടുപിടിക്കണം. ഇഷ്ടംപോലെ നമ്മൾ ഇതുണ്ട്. ഇന്ന ജോലിയൊന്നുമില്ല. ചേട്ടൻ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കശുവണ്ടിയും ഇഞ്ചി മിഠായിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് വരുന്നു. അത് വിറ്റ് മോളെ അയച്ചു. അത്യാവശ്യം വീടായി. കാര്യങ്ങളൊക്കെ ഭാര്യ ഞാനേ ഉള്ളൂ. ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നു. നമ്മൾ രാവിലെ ഇറങ്ങി എത്ര മണി വിൽക്കാൻ നിൽക്കും? ഞങ്ങൾ 2 ബാച്ചായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ സഹകരിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പോകും. മൊത്തത്തിലൊരു രാഷ്ട്രീയ ചൂട് LDF-നാണ്. എന്താ സാധ്യത? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ്? വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട്. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഒരുപാട് LDF ആണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ. ഓക്കെ, ഉറപ്പ്.